അസ്സലാമു അലൈക്കും. അത് നമ്മുടെ കഥ തുടരുകയാണ്. എക്സ്പെർട്ട് ഡിറ്റക്റ്റീവ്സ് എന്നുള്ള കഥ അതിൻ്റെ അവസാനത്തിലേക്ക് അടുക്കുന്നു. ഇനിയും കുറ്റവാളിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഇനിയും എത്രയോ ബാക്കിയിരിപ്പാണ്. അപ്പോൾ ബാക്കി മായ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇപ്പം ഇങ്ങനെ അക്കമിട്ട് പറയുന്നത്. അതിൽ 4 വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി 5 ഇനിയും ഒരുപാട് ഫാക്റ്റുകളുണ്ട്. ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് പോയി നോക്കാം. നമ്പർ 5, 5 ഫാക്റ്റ്. He has been living in room 10 of Shankar house for more than a year. 1 വർഷത്തിലേറെയായിട്ട് ശങ്കറിൻ്റെ വീട്ടിലാണ്, ശങ്കറിൻ്റെ റൂം 10ാം നമ്പർ റൂമിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. 1 വർഷത്തിലേറെയായി അവൻ ജീവിക്കുന്നത് ശങ്കറിൻ്റെ റൂമിലാണ്. ഐ കണ്ടിന്യൂഡ്, ഞാൻ തുടർന്നു. നമ്പർ 6, 6ാമത്തെ പോയിൻ്റ്. ഹി ഡസൻ വർക്ക്. അവൻ ഒരു വർക്കും ചെയ്യുന്നില്ല, ഒരു ജോലിയും ചെയ്യുന്നില്ല. ആൻഡ് സിറ്റ്സ് ഇൻ ഹിസ് റൂം ഓൾ ഡേ. ദിവസം മുഴുവനും അവൻ്റെ ആ റൂമിൽ തന്നെ ഇരിക്കുക എന്നുള്ളതാണ് അവൻ്റെ പണി. പുറത്തേക്കൊന്നും വല്ലാതെ ഇറങ്ങുന്നില്ല, ഒരു പണിയും എടുക്കുന്നില്ല. അതാണ് നമ്പർ 6. നമ്പർ 7, ദ കിഡ്സ് ഇൻ ശങ്കർ ഹൗസ് ആൻഡ് ഈവൻ സം ഓഫ് ദ ഗ്രൗണ്ട് അപ്സ് ആർ സ്കാഡ് ഓഫ് ഹിം. ശങ്കർ ഹൗസിലുള്ള, ശങ്കർ ഹൗസ് പറഞ്ഞാൽ ആ ഒരു ക്വാർട്ടേഴ്സിൻ്റെ പേരായിരിക്കും. ശങ്കർ ഹൗസിലുള്ള കുട്ടികൾക്കും മാത്രവുമല്ല ചില മുതിർന്ന ആളുകൾക്ക് വരെ അയാളെ കാണുമ്പോൾ പേടിയാണ്. ദ കിഡ്സ് ഇൻ ശങ്കർ ഹൗസ്, ശങ്കർ ഹൗസിലുള്ള കുട്ടികൾ, ആൻഡ് ഈവൻ സം ഓഫ് ദി ഗ്രൗണ്ട് അപ്സ്, മാത്രവുമല്ല ഏതാനും ചില മുതിർന്ന ആളുകൾ പോലും ആർ സ്കേഡ് ഓഫ് ഹിം, അവനെ പേടിയാണ്. സ്കേഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരാളെ പേടിക്കുന്നതിനാണ് സ്കെയർ ഓഫ് എന്ന് പറയാം. നമ്പർ 8, 8ാമത്തെ പോയിൻ്റ് എന്താണ്? ഹി ഹാസ് നോ വിസിറ്റേഴ്സ്. അദ്ദേഹത്തിന് വേറെ യാതൊരുവിധ സന്ദർശകരുമില്ല, ആളുകളാരും കാണാനും വരുന്നില്ല. എക്സെപ്റ്റ് ഫോർ എ സ്പെക്ടാക്കിൾഡ്. ആ ഒരു കണ്ണട വെച്ച്, നമ്മൾ പറഞ്ഞല്ലോ എന്നും ഞായറാഴ്ച അയാളെ കാണാൻ വരുന്ന ഒരാൾ, ആ ഒരു കണ്ണട വെച്ച് ആ ഒരു മനുഷ്യനല്ലാതെ വേറെ ആരുമില്ല. ഫാറ്റ്, ഫെയർ, നല്ല തടിച്ച, നല്ല സുമുഖനായ, ഫാറ്റ് മാൻ, നല്ല തടിച്ച ഒരു സുമുഖനായിട്ടുള്ള ആ ഒരു മനുഷ്യൻ, അയാളൊഴികെ മറ്റൊരാളും അയാളെ കാണാനായിട്ട് വരുന്നില്ല. അപ്പോൾ എന്തൊക്കെയോ നിഗൂഢത അയാളുടെ റൂമിനുള്ളിൽ അയാൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഹു വിസിറ്റ്സ് ഹിം ഓൺ സൺഡേസ് ഫോർ ലഞ്ച്. എല്ലാ ഞായറാഴ്ചയും ഉച്ച ഭക്ഷണ സമയത്ത് അദ്ദേഹത്തെ കാണാൻ വരുന്ന ആ ഒരു മനുഷ്യനല്ലാതെ വേറെ നിത്യസന്ദർശകരോ മറ്റു സന്ദർശകരോ ആരും തന്നെ അയാൾക്കില്ല. നമ്പർ 9, 9ാമത്തെ പോയിൻ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഫുഡ് ആൻഡ് ടീ ആർ ടേക്കൺ ടു ഹിസ് റൂം ബൈ രമേഷ്. എന്നും രമേഷ് അയാൾക്കുള്ള ഫുഡും അയാൾക്ക് വേണ്ട പാനീയങ്ങളൊക്കെ, അന്നപാനീയങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. ഫുഡ് ആൻഡ് ടീ, ചോറും ചായയും, ആർ ടേക്കൺ ടു ഹിസ് റൂം, അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. ബൈ രമേഷ്. ആര്? രമേഷ്. ഫ്രം ദ റെസ്റ്റോറൻറ്റ് ഡൗൺ സ്റ്റേഴ്സ്, താഴെയുള്ള ഹോട്ടലിൽ നിന്നും രമേഷാണ് വാങ്ങിയിട്ട് സാധനം കൊണ്ടു കൊടുക്കാറുള്ളത്. ഹി ഡസൻ കെയർ വാട്ട് ഹി ഈറ്റ്സ്. അയാൾ എന്ത് കഴിക്കുന്നു എന്നുള്ളത് അയാൾ വല്ലാതെ ശ്രദ്ധിക്കാറില്ല. എന്ത് കിട്ടിയാലും കഴിക്കും അയാൾ. ഹി ഡസൻ കെയർ, അയാൾ ശ്രദ്ധിക്കുന്നില്ല. വാട്ട് ഹി ഈറ്റ്സ്, അയാൾ എന്ത് ഭക്ഷിക്കുന്നു എന്ന് അയാൾക്ക് ശ്രദ്ധയില്ല. പേയ്സ് ബിൽ ഇമ്മീഡിയറ്റ്ലി, അദ്ദേഹം ഭക്ഷണം കഴിച്ചാൽ ഉടനെ തന്നെ അതിൻ്റെ ബില്ല് അടക്കുകയും ചെയ്യുന്നു. പേയ്സ് ഹിസ് ബിൽ ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് തന്നെ അയാൾ തൻ്റെ ആ ഒരു കഴിച്ച ഭക്ഷണത്തിനുള്ള ബില്ല്, അതിനുള്ള പൈസ അടക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല ആൻഡ് ടിപ്സ് വെൽ, നല്ലോണം ടിപ്പും കൊടുക്കും. ഹോട്ടലിലൊക്കെ വലിയ പ്രമാണിമാരൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ടിപ്പൊക്കെ കൊടുക്കും. കൊടുത്ത കാശിന് പുറമെ കുറച്ച് ടിപ്പ് കൊടുക്കും. അപ്പോൾ അതുപോലെ ടിപ്പും കൊടുക്കുന്നുണ്ട്. സാധാ ബില്ലിന് പുറമെ അയാൾ വളരെ പാവമായിട്ടാണ് നടക്കുന്നത്. പക്ഷെ എന്നാലും അയാൾ കഴിച്ച ശേഷം പൈസ കൊടുക്കുന്നു മാത്രമല്ല അതിന് പുറമെ ടിപ്പും കൊടുക്കുന്നുണ്ട്. ദാറ്റ് എൻഡ്സ് മൈ ലിസ്റ്റ്. ഇത്രയും പോയിന്റുകളാണ് എൻ്റെ ഈ ലിസ്റ്റിലുള്ളത്. ഇത് ആരാ പറയുന്നത്? മായ. മായ അങ്ങനെ ലിസ്റ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുറ്റാന്വേഷകയാണല്ലോ, അപ്പോൾ കിട്ടിയ പോയിന്റുകളൊക്കെ ഇതുവരെ അവൾ ലിസ്റ്റാക്കി എടുത്തതാണ്. അങ്ങനെ 9 പോയിന്റുകൾ വളരെ കൃത്യമായി നോട്ടാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് എൻഡ്സ് മൈ ലിസ്റ്റ്, ഇതോടുകൂടെ എൻ്റെ ലിസ്റ്റ് അവസാനിക്കുന്നു. ഞാൻ ഇത്രയും നേരം കുത്തിക്കുറിച്ചത് ഇവിടെ അവസാനിക്കുന്നു. ഹാവ് ഐ ഫോർഗോട്ടൻ എനിത്തിങ്? 7, നിഷാദ്, ഞാൻ വല്ലതും മറന്നിട്ടുണ്ടോ? ഞാൻ വല്ലതും മറന്നു പോയിട്ടുണ്ടോ? നിനക്ക് ഓർമ്മയുണ്ടോ? ഹാവ് ഐ ഫോർഗോട്ടൻ എനിത്തിങ്, ഞാൻ വല്ലതും മറന്നു പോയിട്ടുണ്ടോ, വിട്ടുപോയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നിഷാദ് had obviously not been paying too much attention to my list of facts. നിഷാദ് had obviously not been paying too much attention. നിഷാദ് വളരെ കൃത്യമായും ഒരിക്കലും എൻ്റെ ഈ ഒരു വിവരണത്തിലേക്ക് തീരെ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. നിഷാദ് ഹാഡ് ഒബ്വിയസ്ലി എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായും
ഒബ്വിയസ്ലി വളരെ വ്യക്തമായും നോട്ട് ബീൻ പേയിങ് ടു മച്ച് അറ്റൻഷൻ, തീരെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. പേ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ കൊടുക്കുക. അപ്പോൾ തീരെ ശ്രദ്ധ തന്നിട്ടില്ലായിരുന്നു. ടു മൈ ലിസ്റ്റ് ഓഫ് ഫാക്ട്സ്, ഞാനിങ്ങനെ ഫാക്റ്റിൻ്റെ ഞാൻ കണ്ടെത്തിയ ആ സത്യങ്ങളുടെ ആ ഒരു കാര്യങ്ങളുടെ പോയിൻ്റുകളുടെ ഞാനിങ്ങനെ വിശദീകരിച്ചത്, ആ ലിസ്റ്റ് ഇങ്ങനെ വായിച്ചത് ഞാനിങ്ങനെ വെറുതെ വായിച്ചു എന്നല്ലാതെ നിഷാദും അല്ലാതെ അതിലേക്ക് ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല എന്നുള്ളത് മനസ്സിലായി. പേ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ കൊടുക്കുക എന്നാണ്. ഓൾ ഹീ കുഡ് സേ വാസ്, അവൻ പറഞ്ഞതൊക്കെയും ഇതായിരുന്നു. ഓൾ ഹീ കുഡ് സേ വാസ്, നിഷാദിന് പറയാനുണ്ടായിരുന്നത് ഇത് മാത്രമായിരുന്നു. പുവർ മാൻ, അയാളൊരു പാവ മനുഷ്യനാണ് മായ. പുവർ മാൻ മായ, അയാളൊരു പാവപ്പെട്ട മനുഷ്യനാണ്. പുവർ മാൻ. ഹി മസ്റ്റ് ബി സോ ലോൺലി, അവൻ ഒരുപാട് കാലമായി ഒറ്റക്കായിരിക്കും. ഹി മസ്റ്റ് ബി സോ ലോൺലി, അവൻ വളരെ ഏകാന്തനാണ്. അവൻ നല്ലവണ്ണം ഏകാന്തനാണ്. ലോൺലി എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടവനാണ്. ഇഫ് ഹി ഡസൻ ഹാവ് എനി ഫ്രണ്ട്സ്, അയാൾക്ക് വേറെ ഒരു ഫ്രണ്ട്സും ഇല്ലെങ്കിൽ അയാൾ മിക്കവാറും ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കേണ്ടി വരും. അയാൾക്ക് വേറെ ആരുമില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ മായ തിരിച്ചു ചോദിക്കുകയാണ്, ഹൗ ക്യാൻ എ ക്രൂക്ക് ഹാവ് ഫ്രണ്ട്സ് ഇഡിയറ്റ്. എടാ മണ്ട, ഇഡിയറ്റ്, എടാ മണ്ട, ഹൗ ക്യാൻ എ ക്രൂക്ക് ഹാവ് ഫ്രണ്ട്സ്. ഒരു കുറ്റവാളിക്ക് എങ്ങനെയാണ് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവുക? ഏത് കുറ്റവാളിയും ഒറ്റക്കാണ് ജീവിക്കാറ്, അല്ലാതെ ഫ്രണ്ട്സിൻ്റെ കൂടെ ജീവിക്കൂല. ഐ ഓൾമോസ്റ്റ് ഷൗട്ടഡ്, ഞാനിത് പറഞ്ഞതല്ല, ഇത് ഉച്ചത്തിൽ അട്ടഹസിച്ചതായിരുന്നു. ഐ ഓൾമോസ്റ്റ് ഷൗട്ടഡ്, കാരണം നിഷാദ് ഇങ്ങനെ ഓരോന്ന് അയാളെക്കുറിച്ച് ഇങ്ങനെ വീണ്ടും സഹതാപ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എനിക്കും കലി കയറുന്നു. അങ്ങനെ മായ ചൂടാവാണ്. ഐ ഓൾമോസ്റ്റ് ഷൗട്ടഡ്, ഞാൻ ഏറെക്കുറെ അട്ടഹസിച്ചു പോയി. അറ്റ് ലീസ്റ്റ് ഹി ഹാസ് വൺ ഫ്രണ്ട്, അറ്റ് ലീസ്റ്റ് ഹി ഹാസ് വൺ ഫ്രണ്ട്, ഏറ്റവും ചുരുങ്ങിയത് അയാൾക്ക് ഒരു സുഹൃത്തെങ്കിലും ഉണ്ടല്ലോ. അറ്റ് ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് ഹി ഹാസ് വൺ ഫ്രണ്ട്, അയാൾക്ക് ഒരു സുഹൃത്തുണ്ട്, ഒരു കൂട്ടുകാരനുണ്ടല്ലോ, ഒരു ചങ്ങാതിയുണ്ട്. ആരാണ്? ദ വൺ ഹൂ മീറ്റ്സ് ഹിം ഓൺ സൺഡേയ്സ്, എല്ലാ ഞായറാഴ്ചകളിലും അയാളെ കാണാൻ വരുന്ന ആ ഒരാളെങ്കിലും ഉണ്ടല്ലോ. അപ്പോൾ അത് മതിയില്ലേ? എല്ലാവർക്കും ഇപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവണമെന്നില്ല. ചിലർ വളരെ ചുരുങ്ങിയ ആ ഒരു ചുറ്റുപാടിൽ ജീവിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവർക്കൊരു ഫ്രണ്ട്സ് തന്നെ ധാരാളമാണ്. എ ബ്രില്യൻ തോട്ട് ഒക്കോർഡ് മീ ജസ്റ്റ് ദെൻ, എ ബ്രില്യൻ തോട്ട്, ഒരു വളരെ മനോഹരമായ ഒരു ചിന്ത, ഒക്വേർഡ് ടു മീ, എനിക്ക് കടന്നു വന്നു. ജസ്റ്റ് ദെൻ, അപ്പോൾ. ഒക്വേർ എന്നാൽ സംഭവിക്കുക, പെട്ടെന്നുണ്ടാവുക. അപ്പോൾ എ ബ്രില്യൻ തോട്ട് ഒക്വേർഡ് ടു മീ ജസ്റ്റ് ദെൻ, പെട്ടെന്നാണ് എനിക്ക് എൻ്റെ ഉള്ളിലേക്കൊരു നല്ലൊരു ചിന്ത, നല്ലൊരാശയം മിന്നിമാഞ്ഞത്. എന്തായിരുന്നു അത്? ദാറ്റ് മാൻ മസ്റ്റ് ബി മിസ്റ്റർ നാസ് അക്കംപ്ലൈസ് ഇൻ ക്രൈം. ദാറ്റ് മാൻ മസ്റ്റ് ബി, ആ വരുന്ന ആളുണ്ടല്ലോ, അതായിരിക്കാം, തീർച്ചയായും ആയിരുന്നിരിക്കണം. ആര്? മിസ്റ്റർ നാസ് അക്കംപ്ലൈസ്, മിസ്റ്റർ നാഥിൻ്റെ സഹ കുറ്റവാളി. അക്കംപ്ലൈസ് പറഞ്ഞാൽ ഏതെങ്കിലും കാര്യത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റത്തിന് ഒപ്പം നിൽക്കുന്ന ആൾക്കാണ് അക്കംപ്ലൈസ് എന്ന് പറയാം. അപ്പോൾ ദാറ്റ് മാൻ, ആ വരുന്ന മനുഷ്യൻ, മസ്റ്റ് ബി, അതായിരിക്കാം, മിസ്റ്റർ നാസ് അക്കംപ്ലൈസ് ഇൻ ക്രൈം, ഏതൊരു കുറ്റത്തിനും നമ്മുടെ മിസ്റ്റർ നാഥിൻ്റെ ഒപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ അയാളുടെ കൂടെ മിസ്റ്റർ നാഥ് നിൽക്കുന്ന കൂടെയുള്ള സഹ കുറ്റവാളിയായിരിക്കാം. ഐ സെഡ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ആശയം എൻ്റെ മനസ്സിനുള്ളിലേക്ക് പെട്ടെന്ന് കടന്നു വന്നതാണ്. അപ്പോൾ അത് പറയുകയും ചെയ്തു. ഐ സെഡ്, മായ പറഞ്ഞു. മേ ബി ഹി കീപ്സ് ഓൾ ദ ലൂട്ട്, മേ ബി ഹി കീപ്സ് ഓൾ ദ ലൂട്ട്, അയാൾ, ആ വരുന്ന ആൾ, എല്ലാ തൊണ്ടി മുതലും. ലൂട്ട് എന്ന് പറഞ്ഞാൽ കൊള്ളയടിക്കുക എന്നാണ് ലൂട്ടിൻ്റെ അർത്ഥം. ഇവിടെ ലൂട്ട് നൗണാണ്. ഓൾ ദ ലൂട്ട്, കൊള്ളയടിച്ചുണ്ടാക്കപ്പെട്ട എല്ലാ വസ്തുക്കളും, എല്ലാ തൊണ്ടി മുതലുകളും. മേ ബി ഹി കീപ്സ് ഓൾ ദ ലൂട്ട്, എല്ലാ തൊണ്ടി മുതലുകളും അവൻ സൂക്ഷിക്കുന്ന ആളായിരിക്കും. മേ ബി ഹി കീപ്സ് ഓൾ ദ ലൂട്ട്, അയാൾ എല്ലാ തൊണ്ടി മുതലും സൂക്ഷിച്ചു വെക്കുന്ന ആളായിരിക്കാം. ആൻഡ് ഹി കംസ് നൗ ആൻഡ് ദെൻ ടു ഗിവ് പാർട്ട് ഓഫ് ഇറ്റ് ടു ഹിസ് പാർട്ട്ണർ. ആൻഡ് ഹി കംസ് നൗ ആൻഡ് ദെൻ, അവൻ ഇടയ്ക്കിടയ്ക്ക്, അപ്പോഴും ഇപ്പോഴും, ഇടയ്ക്കിടയ്ക്ക് എന്നാണ് അർത്ഥം. ഹി കംസ് നൗ ആൻഡ് ദെൻ, അവൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നു. എന്തിന്? ടു ഗിവ് പാർട്ട് ഓഫ് ഹിറ്റ്, ആ തൊണ്ടി മുതലിൻ്റെ ഒരു ഭാഗം, ഒരു വിഹിതം നൽകുവാൻ, ടു ഹിസ് പാർട്ട്ണർ, തൻ്റെ ചങ്ങാതിക്ക്. പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ സഹപ്രവർത്തകന്, തൻ്റെ ചങ്ങാതിക്ക് നൽകുവാൻ. അപ്പോൾ അയാൾ വരുന്നത് ഇയാളെ കാണാനോ അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കാനൊന്നല്ല. രണ്ടുപേരും കുറ്റവാളികളാണ്.
ഒരാൾ മറ്റൊരാളുടെ കൂട്ടുകാരനാണ്. അപ്പോൾ രണ്ട് കുറ്റവാളികളും അതിൽ ആ വരുന്ന ആളെടുത്ത് ചിലപ്പോൾ എല്ലാ തൊണ്ടിമുതലുണ്ടാവും. അയാളെടുത്താണ് മുഴുവനും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവുക. പിന്നെ എല്ലാ ഞായറാഴ്ചയും എന്തെങ്കിലുമൊക്കെ ഒരു വിഹിതം കൊടുക്കുവാൻ വേണ്ടിയിട്ടായിരിക്കും അയാൾ വരുന്നത്. മിസ്റ്റർ നാഥ് ഫോർ എക്സ്പെൻസസ്. എന്തിനു വേണ്ടി? എന്തിനാണ് മിസ്റ്റർ നാഥിന് കൊടുക്കുന്നത്? ഫോർ എക്സ്പെൻസസ്, മിസ്റ്റർ നാഥിൻ്റെ ചിലവുകൾക്ക് വേണ്ടിയിട്ട്. ദാറ്റ്സ് ഇറ്റ്, അത് തന്നെയാണ്, അതാണ് ഞാൻ പറഞ്ഞത് തന്നെ. ദാറ്റ്സ് ഇറ്റ്, അത് തന്നെ. ഐ ആം ഷുവർ ഐ ആം റൈറ്റ്. ആ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഐ ആം ഷുവർ ഐ ആം റൈറ്റ്. ഇഫ് യു ഇൻസിസ്റ്റ് ഓൺ കോൾ ഹിം എ ക്രിമിനൽ. ഇഫ് യു ഇൻസിസ്റ്റ് ഓൺ, നീ വീണ്ടും ഉറച്ചു നിൽക്കുകയാണെങ്കിൽ. ഇഫ് യു ഇൻസിസ്റ്റ്, നീ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഓൺ കോളിംഗ് ഹിം എ ക്രിമിനൽ, അയാളെക്കുറിച്ച് ഇനിയും ഒരു ക്രിമിനലാണെന്ന് നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ. ഐ ഡോണ്ട് തിങ്ക് ഐ വാണ്ട് ടു ഡിസ്കസ് എനിത്തിങ് വിത്ത് യു. ഐ ഡോണ്ട് തിങ്ക്, ഞാൻ ചിന്തിക്കുന്നില്ല. ഐ വാണ്ട് ടു ഡിസ്കസ് എനിത്തിങ് വിത്ത് യു, ഞാൻ ഇനി മുതൽ നിന്നോടുകൂടെ ഒരു കാര്യവും ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അപ്പം നീ ഇനിയും അയാളെക്കുറിച്ച് അയാളൊരു കുറ്റവാളിയാണ്, അല്ലെങ്കിൽ ഒരു ക്രൂക്കാണ്, അല്ലെങ്കിൽ ഒരു ക്രിമിനലാണ് എന്ന് നീ ഇനിയും പറയുകയാണെന്നുണ്ടെങ്കിൽ, നീ ആ ഒരു വാദത്തിന്മേൽ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്നോട് ഒരു കാര്യവും ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. സെഡ് നിഷാദ് ആംഗ്രിലി. നിഷാദ് വളരെ ചൂടായിട്ടാണ് അത് പറഞ്ഞത്. ഹി ക്യാൻ ബി സച്ച് എ ബാഡ് മാൻ ഇഫ് ഹി ഗിവ്സ് രമേഷ് സച്ച് ജനറസ് ടിപ്സ്. ഹി cannot be, he can be such a bad man if he gives Ramesh such generous tips. അവൻ രമേശിന് ഇത്രയേറെ ദയാലുവായിട്ട്, ഇത്രയേറെ ഔദാര്യത്തോടെ, ജനറസ് പറഞ്ഞാൽ ഉദാരശീലനായി, ഔദാര്യത്തോടെ ഇത്രയേറെ ടിപ്പുകൾ കൊടുക്കുമെങ്കിൽ, രമേശാര സാധാ ഒരു ഭക്ഷണം കൊണ്ട് കൊടുക്കുന്ന ആളാണ്, അയാൾക്ക് ഇത്രയേറെ ടിപ്പൊക്കെ കൊടുക്കണമെങ്കിൽ അയാൾ ഒരിക്കലും ഒരു മോശപ്പെട്ട ആളായിരിക്കുകയില്ല. ഹി ക്യാൻ ബി സച്ച് എ ബാഡ് മാൻ, അവൻ ഒരിക്കലും ഇത്രയേറെ മോശപ്പെട്ട ആളാവുകയില്ല. ഇഫ് ഹി ഗിവ്സ് രമേഷ് സച്ച് ജനറസ് ടിപ്സ്, രമേശിന് ഇത്രയേറെ ജനറസായിട്ട് നല്ല ടിപ്പ് കൊടുക്കണമെങ്കിൽ, ഔദാര്യശീലത്തോടെ ഔദാര്യവാനായിട്ട് ഇത്രയേറെ ടിപ്പ് കൊടുക്കണമെങ്കിൽ അവൻ ഇത്ര മോശക്കാരനായിരിക്കുകയില്ല. രമേശ് probably knows something about his past. അപ്പോൾ മായ വീണ്ടും അതിനെ പ്രതിരോധിക്കുകയാണ്, ആ പറഞ്ഞതിനെ വീണ്ടും എതിർക്കാണ്. രമേശ് probably knows something about his past. രമേശിന് ചിലപ്പോൾ മിക്കവാറും അവൻ്റെ ഗതകാലത്തെക്കുറിച്ച്, അവൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് അറിയാമായിരിക്കും. അവൻ കുറ്റവാളിയാണെന്നും അവൻ എന്തൊക്കെ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ രമേശിന് അറിയാമായിരിക്കും. അപ്പോൾ എന്തിനാണ് രമേശിന് കൊടുക്കുന്നത്? സോ മിസ്റ്റർ നാഥ് മസ്റ്റ് ബി ബ്രൈബിങ് ഹിം ടു കീപ് ക്വയറ്റ്. അവൻ ആ വിഷയങ്ങളൊന്നും പുറത്തു പറയാതെ മിണ്ടാതിരിക്കുവാൻ വേണ്ടിയിട്ട് രമേശിന് ടിപ്പ് കൊടുക്കുകയാണ്, രമേശിന് കൈക്കൂലി കൊടുക്കുകയാണ് മിസ്റ്റർ നാഥ് ചെയ്യുന്നത്. അപ്പോൾ രമേശിന് മിസ്റ്റർ നാഥിൻ്റെ പാസ്റ്റിനെ കുറിച്ചൊക്കെ അറിയാമായിരിക്കും, പക്ഷെ അത് പുറത്തു പറയാതിരിക്കാൻ വേണ്ടിയിട്ട് കൈക്കൂലി കൊടുക്കുകയാണ് മിസ്റ്റർ നാഥ് ചെയ്യുന്നത്. രമേശ് probably knows something about his past. രമേശിന് തീർച്ചയായും അവൻ്റെ പാസ്റ്റിനെ കുറിച്ച് അറിയുമായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ മിസ്റ്റർ നാഥ് മസ്റ്റ് ബി ബ്രൈബിങ് ഹിം, അവന് കൈക്കൂലി കൊടുക്കുകയാണ്. ബ്രൈബ് എന്ന് പറഞ്ഞാൽ കൈക്കൂലി, കോഴ. അപ്പോൾ തീർച്ചയായും കൈക്കൂലി കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? ടു കീപ് ക്വയറ്റ്, ആ വിഷയങ്ങളൊക്കെ ശാന്തമായിരിക്കുവാൻ, മിണ്ടാതിരിക്കുവാൻ, അതൊന്നും പുറത്തു പറയാതെ, ആരോടും പറയാതെ രഹസ്യമാക്കി വെക്കുവാൻ വേണ്ടിയിട്ട് കൈക്കൂലി കൊടുക്കുകയാണ് ആ ടിപ്പ് കൊടുക്കുമ്പോൾ ചെയ്യുന്നത്. ഐ സെഡ് നിഷാദ് ഗ്ലാഡ് അറ്റ് മീ. ഇത് കേട്ടപ്പോൾ നിഷാദ് എന്നെയൊക്കെ തുറിച്ചു നോക്കി. ഗ്ലെയർ അറ്റ് എന്ന് പറഞ്ഞാൽ തുറിച്ചു നോക്കുക. നിഷാദ് ഗ്ലാഡ് അറ്റ് മീ, നിഷാദ് എന്നെ തുറിച്ചൊന്ന് നോക്കി. വിത്ത് ഹിസ് ആംസ് ടൈറ്റ്ലി ക്രോസ്ഡ് അക്രോസ് ഹിസ് ചെസ്റ്റ്, അവൻ്റെ കൈ ക്രോസ് ചെയ്തിട്ട് അവൻ്റെ ചെസ്റ്റിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ചുരുട്ടി പിടിച്ചുകൊണ്ട്. ഐ വാസ് ബിഗിനിങ് ടു ഗെറ്റ് ഫെഡ് അപ്പ് വിത്ത് ഹിം. ഇങ്ങനെ നിഷാദ് പ്രതികരിച്ചപ്പോൾ ഐ വാസ് ബിഗിനിങ് ടു ഗെറ്റ് ഫെഡ് അപ്പ് വിത്ത് ഹിം, ഞാൻ നിഷാദിനെ നിരാശയോടെ നോക്കിക്കാണാൻ തുടങ്ങുകയായിരുന്നു. ഐ വാസ് ബിഗിനിങ്, ഞാൻ തുടങ്ങുകയായിരുന്നു. ടു ഗെറ്റ് ഫെഡ് അപ്പ്, വളരെ നിരാശയാകുവാൻ വിത്ത് ഹിം, ഈ നിഷാദിനെ കൊണ്ട് ഞാൻ ആകെ ഇടങ്ങാറായി തുടങ്ങിയിരുന്നു. കാരണം നിഷാദ് സപ്പോർട്ടില്ല, നിഷാദ് എനിക്ക് സപ്പോർട്ടില്ല, ഞാൻ നിഷാദിന് സപ്പോർട്ടില്ല. രണ്ടുപേരും രണ്ട് വഴിക്കാണ് നീക്കൊണ്ടിരിക്കുന്നത്. അവർ കുറ്റാന്വേഷകരാകുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല.
അയാളുണ്ടെങ്കിൽ കുറ്റാന്വേഷണം അവിടെ എത്തൂല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവനെ തൊട്ടും അവൻ എന്നെ തൊട്ടും നിരാശരാവാൻ തുടങ്ങിയിരുന്നു. How can we make any progress with our investigations if you take that attitude 7? How can we make any progress? എങ്ങനെയാണ് നമുക്കൊരു ഇനിയൊരു പുരോഗമനം ഉണ്ടാക്കുവാൻ കഴിയുക? വിത്ത് അവർ ഇൻവെസ്റ്റിഗേഷൻസ്, നമ്മുടെ ഈ അന്വേഷണങ്ങൾക്ക് ഇനിയൊരു പുരോഗമനം എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും? ഇഫ് യു ടേക്ക് ദാറ്റ് ആറ്റിറ്റ്യൂഡ്, നീ ഇങ്ങനെയൊരു ഭാവം പുലർത്തുകയാണെങ്കിൽ, നീ ഇങ്ങനെയൊരു സമീപനം പുലർത്തുകയാണെങ്കിൽ നമുക്കെങ്ങനെ ഇനി മുന്നോട്ട് പോകുവാൻ കഴിയും? 7 മായ ചോദിക്കാണ് 7നോട്, നീ ഇങ്ങനെ അവനെ ശുദ്ധിവൽക്കരിച്ച് അവനിങ്ങനെ പാവപ്പെട്ടവനാണ്, അവനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ അന്വേഷണങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുക? ഐ ആസ്കഡ്, മായ ചോദിക്കാണ്. അപ്പോൾ നിഷാദ് തിരിച്ചു പറയാണ്, ഐ വിൽ കോപ്പറേറ്റ്, ഞാൻ നിന്നോട് സഹകരിക്കാം. ഐ വിൽ കോപ്പറേറ്റ്, ഞാൻ നിന്നോട് സഹകരിക്കാം. only if you give up this idea, നീ അവനെക്കുറിച്ച് ഈയൊരു ഐഡിയ, ഈയൊരു ചിന്ത ഒഴിവാക്കിയാൽ മാത്രം ഞാൻ നിന്നോട് സഹകരിക്കാം. about him being an escaped crook, അവൻ എവിടെ നിന്നോ ഓടി രക്ഷപ്പെട്ട ഒരു കുറ്റവാളിയാണെന്നുള്ള ആ ചിന്ത, അത് നീ എപ്പോൾ ഒഴിവാക്കുന്നുവോ അതുമുതൽ ഞാൻ നിന്നോട് സഹകരിക്കാം. ഐ വിൽ കോപ്പറേറ്റ് only if you give up this idea about him, അവനെക്കുറിച്ചുള്ള നിൻ്റെ ഈ ചിന്ത നീ എപ്പോൾ ഒഴിവാക്കുന്നുവോ അന്നു മുതൽ ഞാൻ നിന്നോട് സഹകരിക്കാം. എന്തായിരുന്നു ചിന്ത? ബീങ് ആൻ എസ്കേപ്ഡ് ക്രൂക്ക്, അവനൊരു എവിടെ നിന്നോ ഓടി രക്ഷപ്പെട്ട ഒരു ക്രൂക്കാണെന്നുള്ള ആ ഒരു ചിന്ത നീ എപ്പോൾ ഒഴിവാക്കുന്നുവോ അന്നു മുതൽ ഞാൻ നിന്നോട് സഹകരിക്കാം. സെഡ് 7 യു റിയലി മേക്ക് മീ ആംഗ്രി. ഇതും കൂടി കേട്ടപ്പോൾ നമ്മുടെ മായ പറയാണ്, യു റിയലി മേക്ക് മീ ആംഗ്രി, നീ എന്നെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുറ്റാന്വേഷണം ഇപ്പോഴും എവിടെ എത്തിയില്ല. ഇനി എന്ത് സംഭവിക്കാം? രണ്ടുപേരും രണ്ട് വഴിക്കാവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.